അരിമ്പൂരിലെ ഓണവിശേഷം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെൽ ട്രീറ്റ് വെൽ യു ആസ്റ്റർ ലാബ്സ് കുന്നത്തങ്ങാടി തൃശൂർ. അരിമ്പൂർ ഗ്രാമവിഷൻ ഇപ്പോൾ സഞ്ചരിച്ച് ഈ ഒരു ഭാഗത്ത്, അതായത് ബ്രൈറ്റ് കേബിൾ വിഷൻ ഓപ്പറേറ്റർ അടുത്താണ് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം ഗ്രാമവിഷൻ്റെ മാനേജർ ഡയറക്ടർമാരിൽ പെട്ട ആളാണ് എർപ്പാട്ടൻ. സുപരിചിതനായ ഒരു വ്യക്തിത്വം തന്നെയാണ്. ഓണത്തിൻ്റെ തിരക്കാണെന്ന് അറിയാമെങ്കിൽ കൂടിയും നമ്മുടെ പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഒരു വർഷത്തെ ഓണത്തെ നമുക്കറിയാം അരിമ്പൂർ ഗ്രാമവിഷൻ അരിമ്പൂരിൻ്റെ ഓണവിശേഷങ്ങളായിട്ട് ഇങ്ങനെ ഗ്രാമങ്ങളിലൂടെ നടക്കുകയാണ് ഓരോ ഭാഗത്തോടെയൊക്കെ. അപ്പോൾ ധാരാളം പേര് നമ്മുടെ പ്രോഗ്രാമെല്ലാം കാണുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്. ഈ ഒരു വലിയൊരു സന്തോഷ നിമിഷത്തിൽ എങ്ങനെയാണ് ഓണം? എങ്ങനെയാണ് ഓണം? നന്നായി. അത്തങ്കരത്ത് ഓണം വെളുത്തു എന്ന് പറഞ്ഞ്, അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഓണം നടക്കും. തീർച്ചയായിട്ടും ബ്രൈറ്റ് കേബിൾ വിഷൻ്റെ ഉപഭോക്താക്കൾ ധാരാളം പേരുണ്ട്. നമ്മൾ നല്ലൊരു മികച്ച സേവനം തന്നെയാണ് കൊടുക്കുന്നത്. അതിപ്പോൾ നെറ്റ്വർക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റുള്ള സർവീസ് രംഗത്താണെങ്കിലും ഉപഭോക്താക്കളോട് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും നല്ല, എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ നല്ല നെറ്റ്വർക്കിൽ നല്ല പ്രോഗ്രാം കൊടുക്കാൻ കഴിയുന്നുണ്ട്. എങ്ങനെയാണ് ഓണം ഈ പ്രാവശ്യം ഇങ്ങനെ അടിച്ചു പൊളിക്കുമോ? അടിച്ചു പൊളിക്കും. വീട്ടിലെല്ലാവരും ഉണ്ടോ? വീട്ടിലെല്ലാവരും ഉണ്ട്. മോൻ മാത്രം ഗൾഫിൽ പോയിട്ടുണ്ട്. മോനില്ല, മോനും ഞാനും ഉണ്ട്. എന്തായാലും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായില്ലേ? ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. തീർച്ചയായിട്ടും കണ്ടതിൽ ഏറെ സന്തോഷം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അരിമ്പൂരിലെ ഓണവിശേഷം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെൽ ട്രീറ്റ് വെൽ യു ആസ്റ്റർ ലാബ്സ് കുന്നത്തങ്ങാടി തൃശൂർ. നമസ്കാരം. എന്തായി ഓണാഘോഷം? ഓണം വന്നുകൊണ്ടിരിക്കുന്നു. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അടുപ്പിക്കണം, വയലിൽ നടക്കണം, ഓടി നടക്കണം. അതുപോലെ ഓണം ഉഷാറായി പോകണം. പണി കുറവാണ് മൊത്തത്തിൽ. അതന്നെ, അല്ലാതെ വേറൊരു ബുദ്ധിമുട്ടില്ല. അപ്പം ഓണം എടുത്തു. ഇനിയിപ്പോൾ ഓണം കഴിഞ്ഞിട്ടെങ്കിൽ ജോലിക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. എനിക്ക് വാർഷിക പെൻഷനെ കിട്ടി. അത് കാരണം അടിപൊളി അതിൻ്റെ ഇപ്പോൾ അത് കുഴപ്പമില്ല. പണിയൊന്നുമില്ല. ഓണക്കിനി ഓണം ഇങ്ങനെ വരും പോവും. പിന്നെ ഇപ്പോൾ അതുപോലെ വർക്കുകൾ കുറവാണല്ലോ ഇപ്പോൾ. അതന്നെ അല്ലാതെ കൊണ്ട് എന്താ പറയുക, ഇപ്പോൾ മൊത്തത്തിൽ വർക്കും കുറവാണ്. അതന്നെ അല്ലാതെ കൊണ്ട് അപ്പോൾ എന്തായാലും ഓണം തകർത്ത് ആഘോഷിക്കുക. എങ്ങനെയാണ് ഓണം? എങ്ങനെയായി? ഓണം ഉഗ്ര ഓണം വരണേ എന്ന് പറയുന്നത് കയ്യിൽ കാശുണ്ടെങ്കിൽ ഓണായി, അല്ലെങ്കിൽ കാശില്ല. ഇപ്പം എന്താ അവസ്ഥ? ഇപ്പൊ ഒരു രക്ഷയില്ല. അടിച്ചിങ്ങനെ ഇരിക്കണ്ടേ. വേറെ വിശേഷത്തില്ല. ചായ കുടിക്കുക, വീട്ടിൽ പോകാൻ എടുക്കുക. ബസ് ഓണം അപ്പം തകർക്കും. ഓണം തകർക്കും. അല്ലെങ്കിൽ അത് കാശുണ്ടായില്ലെങ്കിൽ ഓണം തകർക്കും. എങ്ങനെയാണ് ഓണം? അടിപൊളിയാണ്. നന്നായി കൊണ്ടുവരണം. അതാണ് നമ്മുടെ എൻ്റെ പേര് ഫ്രാൻസിസ്. അപ്പം എന്തായാലും ഇവിടെ ഒരു നാടൻ കടയാണ്, ചായക്കടയാണ്. ഓണത്തിൻ്റെ തിരക്കിലാണോ? ഓണത്തിൻ്റെ കച്ചവടത്തിലൊക്കെ അങ്ങനെ പോണു കാര്യങ്ങളൊക്കെ. ചെയ്യണേ കച്ചവടം, മീൻ്റെ കച്ചവടം. സെയിലൊക്കെ ഉണ്ടോ ഈ സമയത്ത്? ഇപ്പോൾ കുഴപ്പമില്ല. 2-3 ദിവസമായിട്ട്. 2 ദിവസം ഇനി പച്ചക്കറിയൊക്കെ ആവൂല ആളുകൾ? ഇല്ല, ഇനി തിരുവോണത്തിൻ്റെ മാത്രമേ പച്ചക്കറി ഉണ്ടാവുള്ളൂ. പിന്നെ ബാക്കിയുള്ള ദിവസമൊക്കെ ഓണം തന്നെ ഉണ്ടാവും. സന്തോഷമാവട്ടെ. ഹാപ്പി ഓണം. അപ്പോൾ ഓണത്തിൻ്റെ തിരക്ക് എവിടെ വരെയായി? ഓണാഘോഷം അടിപൊളി തകർക്കണ. ഓണം വന്നെന്ന് ഉണർട്ടല്ലോ, ഇരുട്ടല്ലോ, ഉണ്ണിച്ചാടി മറിഞ്ഞല്ലോ, കുട്ടക്കാരെ ഓടിയ എൻ്റെ കൂടെ സൺഡേ മുമ്പേ ഉണ്ണി കണ്ടുപോ കളിച്ചുമ്പേ. എല്ലാവർക്കും ഒറ്റ വാക്കേ പറയാനുള്ളൂ. ഓണത്തിനായിട്ടുള്ള ആഘോഷ തിരക്കിലെ ആവേശ തിമിർപ്പിലാണ്. ഓണം അടിച്ചു പൊളിച്ച് ആഘോഷിക്കണമെന്ന് തന്നെയാണ് ഗ്രാമം മുഴുവനായിട്ട് പറയുന്നത്. ഞങ്ങൾ കൈപ്പിള്ളി ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. കൈപ്പിള്ളി ഒരു ചായക്കടയുടെ ഭാഗത്ത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ CN സെൻറ്റർ ഞാൻ ചോദിക്കാം. കൈപ്പിള്ളി CN സെൻറ്ററിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾ ഒരു ഭാഗത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്തായാലും മറ്റുള്ള ഭാഗങ്ങളിലേക്കെല്ലാം ഞങ്ങൾ കടന്നു പോവുകയാണ്. അരിമ്പൂരിൻ്റെ ഓണവിശേഷങ്ങൾ. അരിമ്പൂരിലെ ഓണവിശേഷം
നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെൽ ട്രീറ്റ് വെൽ യു ആസ്റ്റർ ലാബ്സ് കുന്നത്തങ്ങാടി തൃശൂർ. തിരക്ക് ഓണത്തിൻ്റെ തിരക്ക് നടക്കുന്നുണ്ട്, പക്ഷേ അനക്കം അതിനുള്ളൂ ആയി വരുന്നുള്ളൂ. എൻ്റെ പേര് സുധീർ കുമാർ. ഇങ്ങനെയായി ഓണത്തിന്റെ വിശേഷങ്ങൾ, ഓണത്തിരക്ക്. ഓണത്തെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോകുന്നു, വലിയ കുഴപ്പമില്ലാണ്ട് അനക്കമായി തുടങ്ങി എന്ന് പറയാം. ഓണം മിച്ചം വരെ എത്തി തുടങ്ങി. കുഴപ്പമില്ല, അടിപൊളിയായിട്ടുള്ളൂ. എന്ത് ഓണം, ഓട്ടമൊക്കെ വളരെ മോശമാണ്. റോഡാണെങ്കിൽ ഓടാനും പറ്റിയ, റോട്ടിൽ കൂടെ ഓടാനും പറ്റില്ല. ഞങ്ങളുടെ വണ്ടിയുടെ പണിയും കഴിയുക, കിട്ടുന്ന കാശൊക്കെ വണ്ടി ഇപ്പോൾ ചിലവാടിക്കുള്ളൂ. വളരെ മോശം ഓണം. ഓണം കുഴപ്പമില്ല, നന്നാവട്ടെ. റോഡുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. റോഡുകളൊക്കെ പ്രശ്നം തന്നെ, വണ്ടിക്ക് എല്ലാം മോശമാണ്, ആകെ മോശം. ഓണത്തിന്റെ തിരക്കായോ? ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. വീട്ടിലെ ഓണാഘോഷമൊക്കെ എങ്ങനെയാ? അങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് വീട്ടിലെ ഓണാഘോഷം? ഓണാഘോഷം നമ്മൾ തിരുവോണത്തിൻ്റെ അന്ന് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ പൂക്കളിട്ട് അങ്ങനെ അടിപൊളിയായിട്ടുള്ള പരിപാടികൾ. വീട്ടിലെ ഓണാഘോഷം എങ്ങനെയാ? കുഴപ്പമില്ല, സാധാരണ നിലയിൽ തന്നെ. ആരൊക്കെ വീട്ടിലുള്ള? വീട്ടിൽ ഭാര്യ, 2 മക്കള്. അവരൊക്കെ കൂടെ തന്നെയുണ്ട്. മക്കള് പഠിക്കണോ? പഠിക്കണം. എത്രയിലേക്കായി? ഒരാള് BCom കഴിഞ്ഞിട്ട് CMA എന്ന കോഴ്സ് ചെയ്യണം, ഒരാൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. വീട്ടിലെ ഓണാഘോഷം അടിച്ചു പൊളിക്കും. സുഖമായിരിക്കണോ അവര് ആള് അല്ലേ? തീർച്ചയായിട്ടും ഓണം നന്നായിട്ടൊക്കെ ആഘോഷിക്കാം, അടിച്ചു പൊളിച്ച് ആഘോഷിക്കാം. എങ്ങനെയാണ് ഓണാഘോഷം? ഓണം നന്നായിരിക്കണം. അതായിരിക്കണം എല്ലാവരും പറയുന്ന ഓണം അടിച്ചു പൊളിച്ച് ആഘോഷിക്കാം. ഇപ്രാവശ്യം എല്ലാവർക്കും നന്നായിരിക്കണം. ഹാപ്പി ഓണം. അപ്പൊ ഒരു എല്ലാ പ്രേക്ഷകർക്കും അരിമ്പൂർ ഗ്രാമോത്സവത്തിന് ഒരു ഹാപ്പി ഓണം കൊടുത്തത് നിങ്ങളുടെ നോക്കാം. ഹാപ്പി ഓണം. അരിമ്പൂർ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും സന്തോഷം നിറഞ്ഞ ഓണാശംസകൾ. ഓണാശംസകൾ. എന്നും ഓണാശം ഞങ്ങൾക്കും ഞങ്ങൾ തരുന്ന ഓണാശംസ. സന്തോഷം, സന്തോഷം. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. അരിമ്പൂരിലെ, പ്രത്യേകിച്ച് അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻഭാഗത്ത് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഓട്ടോറിക്ഷ ചേട്ടന്മാരാണ്. ഇവരെ സംബന്ധിച്ചവർക്ക് അറിയാം, തിരുവോണത്തിൻ്റെ അന്നൊക്കെ ചിലപ്പോൾ ഒരു അല്പസമയം മാത്രമേ ഒഴിവ് കിട്ടുകയുള്ളൂ. ബാക്കി സമയങ്ങളെല്ലാം തന്നെ ഓട്ടം അല്ലെങ്കിൽ ഇങ്ങനെ, അതുകൊണ്ട് തന്നെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. എല്ലാവിധ ആശംസകളും ഗ്രാമവിഷൻ്റെ വക നേരുകയാണ്. എല്ലാവരും സമൃദ്ധമായി തീരട്ടെ കേട്ടോ. ഹാപ്പി ഓണം. നമസ്കാരമുണ്ട്. എങ്ങനെയാണ് ഈ ഓണത്തിൻ്റെ തിരക്കുകളിൽ നിങ്ങളെ സംബന്ധിച്ച്? നിങ്ങൾക്ക് രാവും പകലും ഓട്ടാണ്. ഓണം പ്രത്യേകിച്ച് ആഘോഷം ഉണ്ടോ? ആഘോഷമുണ്ട്, എന്നാലും ഡ്യൂട്ടിയാണ് നമുക്ക് വലുത്. ഉത്തരാടത്തിലാണ് തന്നെ വീട്ടിൽ പോകുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഓണത്തിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഉത്തരാടത്തിനൊന്ന് പോയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ നോക്കാനായിട്ട്. പ്രത്യേകിച്ച് ഈ ഒരു ഭാഗങ്ങളിൽ ഇപ്പോൾ അപകടങ്ങൾ നിരന്തരം വർദ്ധിക്കുന്നുണ്ടല്ലേ? ഏറ്റവും കൂടുതൽ ആക്സിഡൻ്റുള്ള ഏരിയയാണ് കാഞ്ഞാണി തൊട്ട് കുന്നത്തങ്ങാടി, മനക്കുടിയോളം വരെ. നല്ല ബെസ്റ്റ് റോഡാണ് ഉള്ളത്. ഇവിടെ ആക്സിഡൻറ്റുകൾ കൂടുതലാണ്. ഈ ഒരു തിരക്കുള്ള സമയത്ത്, ഉത്സവകാലങ്ങളിൽ ആളുകളൊക്കെ ഒന്ന് കുറച്ചുകൂടി കരുതി വാഹനം ഓടിക്കണല്ലേ? അത് വേണം, നല്ല കരുതൽ തന്നെ വേണം. എന്തായാലും ഓണം ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ആഘോഷിക്കുക. നിങ്ങളെ സംബന്ധിച്ച് സമയമില്ലായ്മയാണെങ്കിൽ പോലും ഗ്രാമവിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരു ഓണാശംസ നേരാം. ഗ്രാമവിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ പേരിലും ഞങ്ങളുടെ മെഡ് കെയർ ടീമിൻ്റെ പേരിലും നല്ലൊരു ഓണാശംസകൾ നേരുന്നു. അരിമ്പൂരിലെ ഓണവിശേഷം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെൽ ട്രീറ്റ് വെൽ യു ആസ്റ്റർ ലാബ്സ് കുന്നത്തങ്ങാടി തൃശൂർ. ഓണത്തിൻ്റെ തിരക്കുകളിൽ ഇങ്ങനെ മലയാളി ഇങ്ങനെ ഓടി നടക്കുമ്പോൾ ഓണത്തിന് ഭൂരിഭാഗം ആളുകളും തന്നെ ഈ പാചക രംഗത്തൊക്കെ വലിയ തിരക്കാണ് ഭൂരിപക്ഷം ആളുകൾക്കും. അങ്ങനെയുള്ളവർക്ക് ആശ്രയിക്കാൻ പറ്റുന്ന അച്ചാറുകൾ, ഇഞ്ചമ്പുളി, അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അരിമ്പൂര് പഞ്ചായത്തിന് സമീപമൊക്കെ തന്നെയാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം, എന്തെല്ലാം ഐറ്റം ആണ് ഇവിടെ വിൽപ്പനയ്ക്കായിട്ട് എത്തിച്ചിരിക്കുന്നത്? അച്ചാർ ഐറ്റംസ് തന്നെ ഒരു 13-14 ഐറ്റംസ് ഉണ്ട്. പിന്നെ ഉപ്പേരി, ശർക്കര വരട്ടി, 4 ഉപ്പേരിക്കൊക്കെ എങ്ങനെയാണ് ഈ പ്രാവശ്യത്തെ റേറ്റ് ഒക്കെ? ഉപ്പേരി 500 രൂപ വെളിച്ചെണ്ണയിലാണ് നമ്മൾ വറുക്കുന്നത്. 500 രൂപ. ശർക്കര വരട്ടിയും 500 രൂപ ആ റേറ്റ്. 4 വെട്ട് മാത്രമായിട്ട് 100 രൂപ കൂടുതൽ, അത് പണി കൂടുതലായി 100 രൂപ. ഓണത്തിന്റെ തിരക്ക് കച്ചവടത്തിലാവുമ്പോഴത്തേക്കും വീട്ടിലെ ഓണാഘോഷമൊക്കെ എങ്ങനെയാ? ഒന്നും ആയിട്ടില്ല, ഇവിടെ വന്നിരിക്കണ കാരണം ഒന്നും ശരിയായിട്ടില്ല. ഇനിയിപ്പോൾ നാളെ തൊട്ട് അവിടെയും ആവണം. ഇപ്പോൾ ഉത്രാടത്തിനൊക്കെ തിരക്കായിരിക്കുമല്ലോ അല്ലേ? അത് ഉത്രാടത്തിനൊക്കെ തിരക്കുണ്ടാവും. എന്തായാലും ഓണത്തിന്റെ വിപണി സജീവമാണ്. ഓണം ആഘോഷിക്കാനായിട്ട്
കടുമാങ്ങ അച്ചാർ വരെയും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. എന്തായാലും ഓണം മനോഹരമാവട്ടെ, ആസ്വദിക്കട്ടെ. അരിമ്പൂരിൻ്റെ ഓണവിശേഷങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഓണം ആഘോഷിക്കുവാനും ഓണത്തെ വരവേക്കുവാനുമായിട്ട് മലയാളികൾ ഒരുങ്ങിയതുപോലെ അരിമ്പൂരിൻ്റെ ജനതയും ഒരുങ്ങിയിരിക്കുകയാണ്. ഓണം ഒരു ഗൃഹാതുരത്വത്തിലേക്ക് ഉള്ള തിരിച്ച് പോക്കാണ്. പഴയതിനെ ഓർത്തെടുക്കുവാനും കൂടിച്ചേരുവാനും സന്തോഷ നിമിഷങ്ങൾ പങ്കുവയ്ക്കുവാനും കിട്ടുന്ന ഏറ്റവും മനോഹരമായ നിമിഷം. ഗ്രാമവിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയത്തിൽ ചേർത്ത് പിടിച്ച് ഞങ്ങൾ ഓണാശംസകൾ നേരുകയാണ്. ഈ ഓണം സമ്പൽ സമൃദ്ധിയായി തീരട്ടെ, മനോഹരമായി തീരട്ടെ. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അരിമ്പൂരിലെ ഓണവിശേഷം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെൽ ട്രീറ്റ് വെൽ യു ആസ്റ്റർ ലാബ്സ് കുന്നത്തങ്ങാടി തൃശൂർ.